ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ പാഠഭാഗമായ എ ഫിനിക്സ് റൈസസ് എന്ന പാഠമാണ്. അരുണാചലം മുരുകാനന്ദം എന്ന വ്യക്തിയുടെ ജീവിതകഥ മുൻനിർത്തി ട്വിങ്കിൾ ഖന്ന എഴുതിയ കഥയാണിത്. കഥയ്ക്ക് ശേഷം വരുന്ന ഇൻ്റർവ്യൂ ഭാഗങ്ങളിലും സാരാംശം ഒന്നുതന്നെയാണ്. ട്വിങ്കിൾ ഖന്നയുടെ കഥയിലെ ബബ്ലു എന്ന കഥാപാത്രം തന്നെയാണ് ശരിയായ ജീവിതത്തിൽ അരുണാചലം മുരുകാനന്ദം. തൻ്റെ പഠനകാലത്ത് പാഠ്യവിഷയങ്ങളിൽ അത്രയധികം മികവ് തെളിയിക്കാൻ അരുണാചലം മുരുകാനന്ദത്തിന് സാധിക്കുന്നില്ല. അങ്ങനെയിരിക്കെയാണ് അച്ഛൻ മരണപ്പെടുന്നത്. ഈ സമയത്ത് കുടുംബത്തെ സഹായിക്കാനായി അവൻ ഒരു വർക്ക്ഷോപ്പിൽ ചായ വിളമ്പുന്ന ജോലിക്കായി കയറുന്നു. ശേഷം അവിടെ നിന്നും പണി പഠിച്ച അവൻ ആ വർക്ക്ഷോപ്പ് തന്നെ സ്വന്തമായി മേടിക്കുകയാണ്. അങ്ങനെയിരിക്കെ 21ാമത്തെ വയസ്സിൽ അരുണാചലം മുരുകാനന്ദത്തിൻ്റെ വിവാഹം കഴിയുന്നു. വിവാഹത്തിന് ശേഷമാണ് ആർത്തവ സമയത്ത് സ്ത്രീകളെല്ലാം പഴകിയ തുണികളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. തൻ്റെ ഭാര്യയോട് ചോദിക്കുമ്പോൾ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും പാഡിന് വലിയ വിലയാണെന്നും പറയുന്നു. ശേഷം തൻ്റെ ഭാര്യയെ സഹായിക്കാനായി അരുണാചലം മുരുകാനന്ദം പാഡ് നിർമ്മിക്കുന്നു. പാഡ് നിർമ്മിക്കാൻ ആരംഭിച്ചതോടെ ഭാര്യയും സമൂഹവും കുടുംബവുമെല്ലാം അവനെ ഒറ്റപ്പെടുത്തുന്നു. ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോകുന്നു. ഇവിടെ ഒന്നും തളരാതെ സമൂഹത്തിനായി തനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ധാരണയോടെ അവൻ വീണ്ടും പാടുകൾ നിർമ്മിക്കുന്നു. പാടുകൾ നിർമ്മിക്കുന്നതിനായി 3 തരത്തിലുള്ള മെഷീനുകൾ കണ്ടെത്തുന്നു. ശേഷം പാട് നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന അവൻ നിർമ്മിച്ച 3 മെഷീനുകൾക്കും പേറ്റന്റ് കരസ്ഥമാക്കുന്നു. ഈ മെഷീനുകളെല്ലാം അവൻ വളരെ കുറഞ്ഞ വിലയിൽ വനിതകൾക്കുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകുന്നു. സ്ത്രീ ശാക്തീകരണം എന്ന ഗാന്ധിജിയുടെ ആശയമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അരുണാചലം മുരുകാനന്ദം പറയുന്നു. നിരവധി അവാർഡുകൾ അരുണാചലം മുരുകാനന്ദത്തെ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി പാഡ്മാൻ എന്ന സിനിമ വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കഥയാണ് ട്വിങ്കിൾ ഖന്ന ബബ്ലു എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.